കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ച സ്വപ്നഭവനം കൈമാറി. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ SSLC വിദ്യാർത്ഥിനി ജസ്ന നാസറിനാണ് KSTA വീട് സമ്മാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. എടത്തുരുത്തി പൈനൂർപ്പല സ്വദേശി പുതിയ വീട്ടിൽ ജലീൽ സജില ദമ്പതികളുടെ മകളായ ജസ്ന ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. പഠനത്തിൽ മിടുക്കിയായ ജസ്നയ്ക്ക് 650 ചതുരശ്ര അടി വിസ്തൃതിയിൽ 2 കിടപ്പുമുറികളും ശുചിമുറികളും ഉൾപ്പെടെയുള്ള സൗകര്യമുള്ള വീടാണ് നിർമ്മിച്ചത്. 7.5 ലക്ഷം രൂപയാണ് വീടിനായി ചിലവഴിച്ചത്. എടത്തുരുത്തി സ്വദേശി കടവിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ സാജിദ ദമ്പതികൾ സൗജന്യമായി വിട്ടു നൽകിയ 4.5 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽദാനം വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. കേരള സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കൂടെയുണ്ട് നമ്മൾ എന്ന ആശയത്തോടൊപ്പം പൊതുസമൂഹവും കൂടെയുണ്ടെന്ന സന്ദേശമാണ് KSTA നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജീവകാരുണ്യപരവും മനുഷ്യസ്നേഹപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരവധിയായി നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിക്കൊരു വീട് എന്ന പദ്ധതി. സംസ്ഥാനത്തുടനീളം നിരവധി വിദ്യാർത്ഥികൾക്കാണ് സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾക്കാണ് തലയ്ക്ക് മുകളിൽ ഭദ്രമായ ഒരു മേൽക്കൂര ഉറപ്പാക്കിക്കൊണ്ട് കുട്ടിക്കൊരു വീട് എന്ന പദ്ധതിയിലൂടെ KSTA പുനരധിവസിപ്പിക്കുന്നത്. വീട് നിർമ്മിക്കുന്നതിന് ഭൂമി സൗജന്യമായി നൽകിയ ദമ്പതികൾ, വീട് രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർ PS ശ്രീജിത്ത്, കരാറുകാരൻ KV സതീഷ് എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. KSTA അംഗങ്ങളായ അധ്യാപകർക്കൊപ്പം സുമനസ്സുകൾ കൂടി ചേർന്നാണ് ജസ്ന നാസറിനുള്ള സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.